ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് BS ചന്ദ്രശേഖരനെതിരെ ഒരു കേസ് കൂടി. പീഡനക്കേസിലെ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ കേസ്. ഇതിൽ പ്രോസിക്യൂഷൻ വാദം ഒന്നുകൂടി കേട്ട ശേഷമാകും പീഡനക്കേസിൽ ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിധി വരിക. എസ് രാഗിൻ വിവരങ്ങളുമായിട്ട്. രാഗിൻ, ഈ വിവാദം വന്നതിന് പിന്നാലെ പാർട്ടിയിലെ അല്ലെങ്കിൽ ആ സംഘടനയിലെ സ്ഥാനമൊക്കെ ഒഴിയേണ്ടി വന്നിരുന്നു. ഇപ്പോൾ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നുവെന്നുകൂടി പരാതി വരുമ്പോൾ അത് കുറച്ച് കടുപ്പമാകുമല്ലോ, അല്ലേ? തീർച്ചയായും ഇക്കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതായത് നേരത്തെ ഈ ചന്ദ്രശേഖരൻ പരാതിക്കാരിയെ നിർമ്മാതാവിന് മുന്നിൽ കാഴ്ചവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉയർന്നിരുന്നത്. ഇതിന് പിന്നാലെ പീഡനക്കുറ്റമടക്കം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് ചന്ദ്രശേഖരൻ. ഈ ഘട്ടത്തിൽ ആണ് മറ്റൊരു കേസ് കൂടി വന്നിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു എന്നതാണ് കേസ് വ്യക്തമാകുന്നത്. പോലീസും അക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലും തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഒരു പീഡന കേസ് നിലനിൽക്കെ അതിൽ ഇത്തരത്തിലൊരു ഇടപെടൽ കൂടി നടത്തിയത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യവും കൂടിയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് പ്രോസിക്യൂഷൻ നൽകുന്നുണ്ട്. ഇതിൽ നിന്ന് 3 പേരുടെ ജാമ്യ ഹർജിയാണ് ഉത്തരവ് വരേണ്ടത്. ഒന്ന് മുകേഷ്, അതോടൊപ്പം തന്നെ ഇടവേള ബാബു, കൂടാതെ ഈ ചന്ദ്രശേഖരൻ. അതിൽ ഇപ്പോൾ ചന്ദ്രശേഖരനെതിരെ ഒരു കേസ് കൂടിയുണ്ട് എന്ന് കോടതിയെ അറിയിക്കും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കും. മറ്റ് 2 പേരുടെ ജാമ്യ ഹർജികളിൽ ഉടൻ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ഇതിൽ കൂടി ഈ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കൂടി വാദം കേട്ട ശേഷമാകും ജാമ്യ ഹർജിയിൽ കോടതി ഒരു തീരുമാനം പറയുക.